ഹായ്, അടുത്ത മോഡ്യൂളാണ് മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഇന്റഗ്രേഷൻ, അതായത് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ്. ഇത് 2019 സ്കീമിലെ, അതായത് MAT 101ലെയും 2015 സ്കീം, അതായത് MA 101 രണ്ടിലും ഈ മോഡ്യൂളുണ്ട്. അതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു KTU ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു കേസിൽ ചോദിച്ചിട്ടുണ്ട്, അതായത് KTU ആഗസ്റ്റ് 2016. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ പറയുന്നത്? മൾട്ടിപ്പിൾ ഇന്റഗ്രൽ എന്ന് പറയുമ്പോഴത്തേക്ക് 2 or 3 ഇന്റഗ്രേഷൻ വരും അതിനകത്ത്. അതായത് ആദ്യം നോക്കാം. ഡബിൾ ഇന്റഗ്രൽ 2 to 4, 1 to 3, 40 minus 2xy dy dx. ഇതിന്റെ മീനിങ് എന്താണ്? വൈയുടെ ലിമിറ്റ് ആണ് ഈ 2 to 4, എക്സിന്റെ ലിമിറ്റ് ആണ് 1 to 3. ഔട്ടർ എന്താണോ കിടക്കുന്നത് അതിന്റെ ലിമിറ്റ് ആണ്, അതായത് dx, എക്സിന്റെ ലിമിറ്റ് ആണ് 1 to 3, വൈയുടെ ലിമിറ്റ് ആണ് 2 to 4. ഇതെന്ത് കിട്ടുമോ നോക്കാം. അതായത് നമ്മൾ ആദ്യം ഒരു ഇന്റഗ്രേഷൻ ചെയ്യാം. ഇത്രയും പോർഷൻ ആദ്യം ചെയ്യാം. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 1 to 3. നമ്മൾ dy ക്കാണ് ആദ്യം ചെയ്യാൻ പോണത്. എന്താണ് ഇന്റഗ്രൽ ഓഫ് 40 വിത്ത് റെസ്പെക്ട് ടു y? 40y മൈനസ് 2xy വിത്ത് റെസ്പെക്ട് ടു y. ഇന്റഗ്രൽ എന്താണ്? 2x ഇൻറ്റു yക്ക് y സ്ക്വയർ ബൈ 2. ലിമിറ്റ് എന്താണ്? 2 to 4. പിന്നെ ഒരു dx കൂടെ. ഇതാദ്യം കംപ്ലീറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 1 to 3. നമ്മൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞത് വൈക്കാണ്. അപ്പൊ ലിമിറ്റ് കൊടുക്കേണ്ടത് വൈക്കാണ്. വൈയുടെ ലിമിറ്റ് എന്താണ്? അപ്പർ ലിമിറ്റ് 4ഉം ലോവർ ലിമിറ്റ് 2ഉം. അപ്പൊ ആദ്യം അപ്പർ ലിമിറ്റ് 4 കൊടുക്കാം. അപ്പൊ എന്ത് വരും? 40 into 4, 160 മൈനസ് ഈ 2 വെട്ടി പോകും. വൈക്കാണ് ലിമിറ്റ് കൊടുക്കുന്നത്. 4 ന്റെ സ്ക്വയർ 16. ഒരു എക്സും കൂടെ ഉണ്ട്. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് 2 കൊടുക്കാൻ പോവുകയാണ്. 40 into 2, 80 മൈനസ് എക്സ് 2 സ്ക്വയർ 4, 4x dx. ഇതാണ് നമുക്ക് നേരെ എഴുതാം. അതായത് ഇന്റഗ്രൽ 1 to 3. അടുത്തത് വരും 160 മൈനസ് 80 മൈനസ് 16x പ്ലസ് 4x മൈനസ് 12x ഇൻറ്റു dx. ഇത്രയായല്ലോ. ഇനി മിച്ചം എന്താണ്? ഒരു ഇന്റഗ്രേഷനേ ഉള്ളൂ. അത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അതിന്റെ ലിമിറ്റ് 1 to 3 ആണ്. ഇതെങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം? ഇന്റഗ്രൽ ഓഫ് 80 വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? 80x മൈനസ് 12x എന്താണ്? 12x സ്ക്വയർ ബൈ 2. ലിമിറ്റ് 1 to 3. ഇത് കൊടുക്കുമ്പോൾ എന്ത് വരും? അപ്പർ ലിമിറ്റ് 3 കൊടുക്കുമ്പോഴത്തേക്ക് 80 into 3 മൈനസ് 2ഉം 12 വെട്ടി പോകുമ്പം 6 into 3യുടെ സ്ക്വയർ ആണ്. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ലോവർ ലിമിറ്റ് 1 കൊടുക്കുമ്പോഴേ 80 മൈനസ് 6. ഇത്രയല്ലേ വരുള്ളൂ. ഇതെന്താണ്? 80 into 3, 240 മൈനസ് 6 into 9 എത്രയാണ് പറഞ്ഞത്? 54 മൈനസ് 80 പ്ലസ് 6. ഇത് ആഡ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 112 വന്ന് കിട്ടും. ഇതാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ പാർട്ട് ചെയ്ത് നോക്കാം. ഇത് വരുമ്പോഴും സെയിം ആൻസർ തന്നെ കിട്ടും. ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇവിടെ dy dx ആണ്. ഇവിടെ നേരെ തിരിച്ചെടുത്തുണ്ട്. dx dy ലിമിറ്റും തിരിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ dy dxനെ മാറ്റിയതുപോലെ ലിമിറ്റും പരസ്പരം മാറ്റിയിട്ടുണ്ട്. രണ്ടിനും സെയിം ആൻസർ ആണോ നോക്കാം. ഇതും കൂടെ ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ 2 to 4, ഇന്റഗ്രൽ 1 to 3, 40 മൈനസ് 2xy dx dy. എന്താണ്? ഈ എക്സിനെയും വൈയും പരസ്പരം മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഈ ലിമിറ്റും പരസ്പരം മാറ്റിയിട്ടുണ്ട്. എന്ത് വരും? ആദ്യം ഇന്നർ ഇന്റഗ്രേഷൻ ചെയ്യാം. ഒരു ഇന്റഗ്രേഷൻ പൂർത്തിയാക്കിയിട്ട് ലിമിറ്റും കൂടെ കൊടുത്തതിന് ശേഷം വന്നിട്ട് പുറത്തുള്ള ഇന്റഗ്രേഷൻ ചെയ്യാം. ഇന്റഗ്രൽ 2 to 4
എന്താണ് 40 ഇന്റഗ്രൽ ഓഫ് 40 വിത്ത് റെസ്പെക്ട് ടു എക്സ് 40x മൈനസ് 2xy വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ് 2y കോൺസ്റ്റന്റ് ആണ് എക്സിന് x²/2 ലിമിറ്റ് 1 to 3 dy. ഈ ലിമിറ്റ് കൊടുത്തു നോക്കാം 2 to 4. നമ്മൾ എക്സിനാണ് ഇന്റഗ്രേഷൻ കഴിഞ്ഞത്, അപ്പോൾ എക്സ് ആണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. 40 into 3 120 മൈനസ് 2 വെട്ടിപ്പോയി y into 3യുടെ സ്ക്വയർ 9y. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് 40. അടുത്ത ലോവർ ലിമിറ്റ് വരുമ്പോൾ എന്താണ്, ഇത് മൈനസ് ആണ് പ്ലസ് ആവും, പ്ലസ് y dy. അതായത് ഇന്റഗ്രൽ 2 to 4 120 മൈനസ് 40 80 മൈനസ് 8y dy അല്ലേ. ഇത് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്താണ്, ഇന്റഗ്രൽ ഓഫ് 80 വിത്ത് റെസ്പെക്ട് ടു y 80y മൈനസ് 8y വിത്ത് റെസ്പെക്ട് ടു y 8y²/2 ലിമിറ്റ് 2 to 4. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 80 into 4 320 മൈനസ് ഇത് വെട്ടി പോകുമ്പോൾ 4 ആണ്, 4 into 4² 60. അപ്പോൾ എന്ത് വരും 64 മൈനസ് ലോവർ ലിമിറ്റ് 2 കൊടുക്കുമ്പോഴത്തേക്ക് 160 പ്ലസ് അടുത്തെന്താണ് 4. ഇതെന്ത് കിട്ടും, ഇവിടെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് 2ന്റെ സ്ക്വയർ 4ഉം ഒരു 4ഉം കൂടെ ഉണ്ട്, അപ്പോൾ 60. ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 112 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടിനും സെയിം ആൻസർ ആണ്. ഈ dx dy പരസ്പരം മാറ്റി dy dx ഇട്ട് ലിമിറ്റ് പരസ്പരം മാറ്റി ഇട്ടാലും രണ്ടും സെയിം ആൻസർ ആണ്. ഇനി വേറെ പ്രോബ്ലം ചെയ്ത് നോക്കാം. അടുത്തൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ 0 to 1 0 to 2 x plus 5 dy dx. നമുക്ക് ആദ്യം ഒരു ഇന്റഗ്രേഷൻ പൂർത്തിയാക്കാം. ഈ അകത്തുള്ളതിന് ആദ്യം പൂർത്തിയാക്കാം. എന്താണ് ഇവിടുത്തെ മീനിങ്, വൈയുടെ ലിമിറ്റ് ആണ് 0 to 2, എക്സിന്റെ ലിമിറ്റ് ആണ് 0 to 1. ഈ dy dx പരസ്പരം മാറ്റിയിടുകയാണെങ്കിൽ ഈ ലിമിറ്റ് പരസ്പരം മാറ്റിയിടണം. അപ്പൊ നമുക്ക് ആദ്യം ഇത്രയും ചെയ്ത് നോക്കാം. ഇന്റഗ്രൽ 0 to 1 എന്താണ്, ഇന്റഗ്രൽ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ. നമ്മൾ വൈക്കല്ലേ നോക്കണത്, അപ്പൊ എക്സ് പ്ലസ് 5ഉം കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് വൈ ആണ് നോക്കണത്, അപ്പൊ എക്സ് പ്ലസ് 5ഉം കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എക്സ് പ്ലസ് 5 ഇൻറ്റു വൈ എന്ന് എഴുതിക്കൂടെ അല്ലേ. നമ്മൾ വിത്ത് റെസ്പെക്ട് വൈ അല്ലേ നോക്കണത്, അപ്പൊ എക്സ് പ്ലസ് 5 കോൺസ്റ്റന്റ് ആണ്. എക്സ് പ്ലസ് 5 ഇൻറ്റു വൈ എന്താണ്, വൈയുടെ ലിമിറ്റ് 0 to 2. ഇനി ഒരു dxഉം കൂടെ ഉണ്ട്. ഇപ്പൊ എന്ത് വരും, ഇന്റഗ്രൽ 0 to 1 എക്സ് പ്ലസ് 5 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 2 മൈനസ് 0 dx. ഇത് 2 ആണ്, ഈ 2നെ വെളിയിലാക്കാം. ഇനി എന്ത് വരും, ഇന്റഗ്രൽ 0 to 1 എക്സ് പ്ലസ് 5 dx അല്ലേ ഉള്ളൂ. ഇനി എക്സിന് ഇന്റഗ്രേഷൻ മാത്രമല്ലേ ഉള്ളൂ. അതെങ്ങനെ ചെയ്യും, ഒരു 2 വെളിയിലുണ്ട്. ഇന്റഗ്രൽ ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്, x²/2 5 വിത്ത് റെസ്പെക്ട് ടു എക്സ് 5x ലിമിറ്റ് 0 to 1. അപ്പൊ എന്ത് വരും, 2 into 1/2 പ്ലസ് 5 എന്ന് കിട്ടും അല്ലേ. ഇതെന്ത് കിട്ടും, 2 into ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്, 5നെ 5/1 എന്ന് എഴുതാം. താഴെ 2 വരും, മുകളിലാണെങ്കിലോ 1 പ്ലസ് 10. അപ്പൊ 2 into 11/12 എന്ന് കിട്ടും, 11/2 എന്ന് കിട്ടും. 2 ക്യാൻസൽ ആവും, നമുക്ക് ആൻസർ 11 എന്ന് കിട്ടും. കണ്ടോ, ഇതൊരു കുഞ്ഞു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ചെയ്ത് നോക്കാം. ഇതൊരു KTU ക്വസ്റ്റ്യൻ ആണ്. ചെയ്യേണ്ടത് ഇന്റഗ്രൽ 0 to ln3, ln എന്ന് പറയുമ്പോൾ ലോഗ് ആണ്. ഇന്റഗ്രൽ 0 to ln2 e raised to x plus 2y dy dx. ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് ഈ e raised to x plus 2y നമുക്ക് എങ്ങനെ എഴുതാം, നമുക്ക് ആദ്യം ഈ ഇന്നർ ഇന്റഗ്രേഷൻ പൂർത്തിയാക്കാം. ഇവിടുത്തെ മീനിങ് എന്താണ്, y-യുടെ ലിമിറ്റ് ആണ് 0 to ln2, x-ന്റെ ലിമിറ്റ് ആണ് 0 to ln3. ആദ്യം ഇന്നർ ഇന്റഗ്രേഷൻ പൂർത്തിയാക്കാം. അതായത് 0 to ln3
ഇന്റഗ്രൽ 0 to ln 2. എന്താണ് e റൈസ് ടു എക്സ് പ്ലസ് 2y എന്ന് പറഞ്ഞാൽ? എ റൈസ് ടു എം പ്ലസ് എന്നിന് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് എഴുതാം. എ റൈസ് ടു എം പ്ലസ് എന്നിന് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് എഴുതാം. അതുപോലെ ഇ റൈസ് ടു എക്സ് പ്ലസ് 2yന് ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു 2y എന്ന് എഴുതാം. ഡി വൈ ഡി എക്സ് ഇതല്ലേ? നമുക്ക് ആദ്യം ഇന്നർ ഇന്റഗ്രേഷൻ പൂർത്തിയാക്കണം. ഇന്റഗ്രൽ 0 to ln 3 എന്താണ്? നമ്മൾ വിത്ത് റെസ്പെക്ട് y ആണ് ചെയ്യണത്. അപ്പൊ ഇ റൈസ് ടു എക്സ് കോൺസ്റ്റന്റ് അല്ലേ? ഇ റൈസ് ടു എക്സിനെ വെളിയിലോട്ടാക്കാം. ഇങ്ങോട്ട് വെളിയിലോട്ട് വരില്ല, ഇങ്ങോട്ടാക്കാം. ഇ റൈസ് ടു 2yന്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y എന്താണ്? ഇ റൈസ് ടു 2y ബൈ 2 ആണ്. ലിമിറ്റ് 0 to ln 2 dx. നമുക്ക് ഈ ലിമിറ്റ് കൊടുക്കാം. 0 to ln 3 ഇ റൈസ് ടു എക്സ്. ഈ 1/2 ആദ്യമേ വെളിയിലാക്കാം. ഒരു 1/2 അതില്ല, അതിനെ വെളിയിലാക്കി. ഇ റൈസ് ടു എക്സ് ഇൻറ്റു നമ്മൾ ഈ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇ റൈസ് ടു 2 ln 2 ഇ റൈസ് ടു 2 ln 2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0. പിന്നെ എന്താണ്? ഡി എക്സ്. ഇത്രയും വന്നു. ഇനി അതെന്ത് എഴുതാം? 1/2 ഇന്റഗ്രൽ 0 to ln 3 ഇ റൈസ് ടു എക്സ് ഇൻറ്റു എന്താണ്? ഈ 2 ln 2 എന്ന് പറഞ്ഞാൽ എ ലോഗ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് ബി റൈസ് ടു എ ആണ്. എ ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് ബി റൈസ് ടു എ. അപ്പൊ എ ln ബി എന്താണ്? എ ln ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ln ബി റൈസ് ടു എ ആണ്. അപ്പൊ 2 ln 2 എങ്ങനെ എഴുതാം? 2 ln 2 ln 2 റൈസ് ടു 2. അപ്പൊ ln 4 ആണ്. കണ്ടോ? എ ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് ബി റൈസ് ടു എ ആണ്. അപ്പൊ എ ln ബി എന്താണ്? ln ബി റൈസ് ടു എ ആണ്. അപ്പൊ 2 ln 2 എന്താണ്? ln 2 സ്ക്വയർ. അപ്പൊ ln 4. അപ്പൊ ഇ റൈസ് ടു ഉണ്ട്, ഇ റൈസ് ടു ln 4 മൈനസ് എന്താണ്? ഇ റൈസ് ടു 0. ഇ റൈസ് ടു 0 1 ആണ്. ഡി എക്സ്. ഇനി എന്താണ്? ഇ റൈസ് ടു ln എന്ന് പറയുമ്പോൾ എന്താണ്? ഇ റൈസ് ടു ln 4 എന്താണ്? വെറും 4 ആണ്. ഇ റൈസ് ടു ln 4 എന്ന് പറയുമ്പോൾ വെറും 4 ആണ്. ഒരു 1/2 ഉണ്ട്. ഇന്റഗ്രൽ 0 to ln 3 ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇത് വെറും 4 വരും. 4 മൈനസ് 1 ഡി എക്സ്. എന്താണ് 4 മൈനസ് 1? 3 ആണ്. ആ 3 കൂടെ വെളിയിലോട്ടാക്കാം. 3/2 ഇന്റഗ്രൽ 0 to ln 3 ഇ റൈസ് ടു എക്സ് ഡി എക്സ്. ഇനി ഒരു ഇന്റഗ്രേഷനിൽ വെച്ചിപ്പിച്ചോളൂ. എന്താണ് ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് ഡി എക്സ്? ഇ റൈസ് ടു എക്സിന് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. അപ്പൊ 3/2 ഇ റൈസ് ടു എക്സ്. ലിമിറ്റ് എന്താണ്? 0 to ln 3. ആ ലിമിറ്റ് കൂടെ കൊടുത്താൽ മതി. അപ്പൊ 3/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇ റൈസ് ടു ln 3 മൈനസ് ഇ റൈസ് ടു 0 ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇനി ഇതെന്താവും? ഒരു 3/2 വെളിയിലുണ്ട്. എന്താണ്? ഇ റൈസ് ടു ln 3 വെറും 3 ആണ്. ഇ റൈസ് 0 1 ആണ്. അപ്പൊ എന്ത് വരും? 3/2 ഇൻറ്റു 2 ആണ് കിട്ടുന്നത്. ആൻസർ 3 എന്ന് കിട്ടും. കണ്ടോ? അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. ഇതൊരു KTU ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യനും KTU ക്വസ്റ്റ്യൻ തന്നെയാണ്. Next question is evaluate double integral over r y sin x by dA where r is പറഞ്ഞിട്ടുണ്ട്. ഇതൊരു KTU ക്വസ്റ്റ്യൻ ആണ്. എന്താണ് വേണ്ടത്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ y sin x y. എന്താണ്? ഡി എ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഡി വൈ ആണ്. ഡി എ എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഡി വൈ ആണ്, അല്ലെങ്കിൽ ഡി വൈ ഡി എക്സ് ആണ്. അപ്പൊ എന്താണ്? ഇവിടെ ലിമിറ്റും കൂടെ വേണം. ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത് എന്ത് ഫോമിലാണ്? എക്സ് ഇൻറ്റു വൈ എന്നുള്ള ഫോമിലാണ്. എക്സിന്റെ ലിമിറ്റ് ആണ് 1 to 2, വൈയുടെ ലിമിറ്റ് ആണ് 0 to π. കണ്ടോ? ഇങ്ങനെ നടന്നാൽ എന്ത് മനസ്സിലാക്കണം? എക്സിന്റെ ലിമിറ്റ് ആണ് 1 to 2. എക്സിൻ്റെത് 1 to 2. എക്സ് ആണ് ഇന്നർ കിടക്കുന്നത്. അപ്പൊ എക്സിൻ്റെത് 1 to 2 അകത്ത്. ഇന്നർ കിടക്കുന്നത് ഡി എക്സ്.
അപ്പൊ എന്താണ് എക്സിന്റെ ലിമിറ്റ് 1 to 2, വൈയുടെ ലിമിറ്റ് എന്താണ് 0 to π. അപ്പൊ അത് ഔട്ടറായിട്ട് കൊടുക്കണം. ഒരു ഇന്റഗ്രേഷൻ പൂർത്തിയാക്കാം. കണ്ടോ എന്താണ് 0 to π എന്താണ് y sin xy വിത്ത് റെസ്പെക്ട് ടു dx. y കോൺസ്റ്റന്റ് ആണ്. sin xy ക്ക് വിത്ത് റെസ്പെക്ട് ടു dx എന്താണ്? ആദ്യം സൈനിന് വിത്ത് റെസ്പെക്ട് ടു സൈൻ എന്ത് വരും? സൈന് മൈനസ് കോസ് ആണ്. സൈനിന് മൈനസ് കോസ് ആണ്. മൈനസ് കോസ് എക്സ് വൈ. ഇനി എന്താണ് എക്സ് വൈക്ക് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ത് വരും? ഡെറിവേറ്റീവ് ഒരു വൈയും കൂടെ വരും, പിന്നെ ഒരു ഡി വൈയും കൂടെ. ഇവിടെ എന്താണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുകയാണ് എക്സിനാണ്. അപ്പൊ വൈ കോൺസ്റ്റന്റ് വൈ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ എന്താണ് മൈനസ് കോസ്. ഇനി എന്ത് വേണം? എക്സ് വൈയുടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവിനെ ബൈ ചെയ്യണം, ഇൻറ്റു അല്ല. ഇന്റഗ്രേഷൻ വരുമ്പോൾ ബൈ ആണ്, ബൈ ബൈ. എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ അതിനെ ബൈ ചെയ്യും. ലിമിറ്റ് എന്താണ് 1 to 2. ഈ വൈയും വെട്ടിപ്പോകും. ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഒരു മൈനസ് ഉണ്ട്, അതിനെ വെളിയിലാക്കാം. ഇന്റഗ്രൽ 0 to π. നമ്മൾ ലിമിറ്റ് കൊടുക്കുന്ന ആർക്കാണ്? എക്സിനാണ് കൊടുക്കുന്നത്. നമ്മൾ എക്സ് അല്ലേ ചെയ്തത്, അപ്പൊ എക്സിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. വൈ വെട്ടിപ്പോയി, എന്ത് വരും? കോസ് 2y മൈനസ് കോസ് y dy. ഇങ്ങനെയായി. ഇനി എന്ത് ചെയ്യണം? ബൈ ഇന്റഗ്രേഷൻ ചെയ്യണം. എന്താണ് കോസ് 2y വിത്ത് റെസ്പെക്ട് ടു dy? മൈനസ് വെളിയിലുണ്ട്. കോസ് 2yയുടെ ഇന്റഗ്രൽ സൈൻ 2y ബൈ 2 ആണ്. ഇന്റഗ്രൽ ഓഫ് കോസ് 2y വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുന്നത് സൈൻ 2y ബൈ 2 ആണ്. മൈനസ് എന്താണ് കോസ് വൈയുടെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു dy? സൈൻ y ആണ്, സൈൻ y. ഇവിടെ വൈയുടെ കൂടെ നമ്പർ 1 ആണ്, അതുകൊണ്ട് ബൈ 1 വരുന്നുള്ളൂ. ലിമിറ്റ് എന്താണ് 0 to π. വെളിയിലുണ്ട്. സൈൻ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ 2π ബൈ 2 മൈനസ് സൈൻ π. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് സൈൻ 0 പ്ലസ് സൈൻ 0 അല്ലേ? എന്താണ് സൈൻ 0 0 സൈൻ 0 0 സൈൻ nπ 0 ആണ്, സൈൻ nπ. അപ്പൊ സൈൻ പൈയും സൈൻ 2πയും എല്ലാം 0 ആണ്. അപ്പൊ ആൻസർ എന്ത് വരും? 0 എന്നാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇവാലുവേറ്റ് ദിസ് ഇന്റഗ്രൽ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. KT പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് പറയുന്നത്? ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to 1 ബൈ ഇതെന്ത് ഫോമാണ്? റൂട്ട് എ ബി. റൂട്ട് എ ബി എങ്ങനെ എഴുതാം? റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എഴുതി കൂടെ? റൂട്ട് എ ബിക്ക് വരും. അപ്പൊ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർ രണ്ടാക്കി എഴുതാം. dx dy കണ്ടോ? ഇനി ആദ്യത്തെ ഇന്റഗ്രേഷൻ നമുക്ക് പൂർത്തിയാക്കാം. അപ്പൊ നമ്മൾ ആ റൂട്ട് എ ബിക്ക് പകരം റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്ന് എഴുതി. ഇനി നമ്മൾ ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആരാണ് കോൺസ്റ്റന്റ്? ബൈ വരുന്ന ഫംഗ്ഷൻ കോൺസ്റ്റന്റ് അല്ലേ? അതായത് 1 ബൈ റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ഇനി എന്താണ് 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്താണ്? അപ്പൊ എഴുതാം. ഇനിയുള്ളത് ഇന്റഗ്രൽ 0 to 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. പിന്നെ ഒരു ഡി വൈയും കൂടെ വെളിയിലുണ്ട്. അപ്പൊ നമ്മൾ ഇതിനാണ് പൂർത്തിയാക്കാൻ പോകുന്നത്. ഇതിന്റെ ഫോർമുല എന്താണ്? 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അതായത് ഇന്റഗ്രൽ 0 to 1 ബൈ റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. 0 to 1 ആണ് ഡി വൈ അല്ലേ? ലിമിറ്റ് കൊടുക്കാം. അപ്പൊ ഇന്റഗ്രൽ 0 to 1 ബൈ റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർ എന്താണ് ലിമിറ്റ് കൊടുക്കുമ്പോൾ? അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് 0 ഡി വൈ. സൈൻ ഇൻവേഴ്സ് 1 എന്താണ്? സൈനിന്റെ ഏത് ആംഗിളിലാണ് 1 കിട്ടുന്നത്? π/4 0 വരുന്നതോ 0ക്കാണ്. അപ്പം വരുന്നത് ഇന്റഗ്രൽ 0 to 1 ബൈ റൂട്ട് 1 മൈനസ് വൈ സ്ക്വയർ
സൈൻ ഇൻവേഴ്സ് 1 പൈ ബൈ 4 സൈൻ ഇൻവേഴ്സ് 0 0 ഡി വൈ. ഇതാണ് വരുന്നത്. ഇപ്പൊ ഇവിടെ പൈ ബൈ 4 അല്ലേ ഉള്ളൂ. പൈ ബൈ 4 വെളിയിലാക്കാം. പൈ ബൈ 4 ഇന്റഗ്രൽ 0 to 1 1 by root 1 minus y square dy. വീണ്ടും ഇതെന്ത് ഫോമിലാണ്? സൈൻ ഇൻവേഴ്സ് y അല്ലേ. അപ്പൊ പൈ ബൈ 4 ഉണ്ട്. ബാക്കി എന്താണ്? സൈൻ ഇൻവേഴ്സ് y. ലിമിറ്റ് 0 to 1. ലിമിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് പൈ ബൈ 4 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് 0. എന്താണ് സൈൻ ഇൻവേഴ്സ് 1? പൈ ബൈ 4 ആണ്. സൈൻ ഇൻവേഴ്സ് 0 0 ആണ്. പൈ ബൈ 4 ഇൻറ്റു പൈ ബൈ 4 മൈനസ് 0. അപ്പൊ ആൻസർ എന്ത് കിട്ടും? സോറി, സൈനിന് 1 വരുന്നത് എപ്പോഴാണ്? പൈ ബൈ 4 പൈ ബൈ 2 ടാനിന് 1 വരുന്നതാണ് പൈ ബൈ 4. സൈനിന് 1 വരുന്നത് പൈ ബൈ 2 വെരി വെരി സോറി. സൈനിന് 1 വരുന്നത് പൈ ബൈ 2. അപ്പൊ ഇവിടെ എന്താണ് വരുന്നത്? ഒരു പൈ ബൈ 2, ഒരു പൈ ബൈ 4 ആണ് വെളിയിൽ വരുന്നത്. അല്ല, പൈ ബൈ 2 വെളിയിൽ വരും. പൈ ബൈ 2 പൈ ബൈ 2 പൈ ബൈ 2 വീണ്ടും പൈ ബൈ 2. അപ്പൊ എന്താണ് ആൻസർ? പൈ സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. മനസ്സിലായി? കണ്ടോ? അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. KTU 2 തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്റഗ്രൽ 1 to a ഇന്റഗ്രൽ 1 to b x സ്ക്വയർ ബൈ dx dy. ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഇന്നർ ഇന്റഗ്രേഷൻ പൂർത്തിയാക്കാം. എന്താണ്? വെളിയിലൊരു ഇന്റഗ്രൽ 1 to a ഉണ്ട്. എന്താണ്? ഇന്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ബൈ വിത്ത് റെസ്പെക്ട് ടു dx. y കോൺസ്റ്റന്റ് ആണ്. എക്സ് സ്ക്വയറിന് എക്സ് ക്യൂബ് ബൈ 3. എക്സ് റൈസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എക്സ് റൈസ് ടു n+1 ബൈ n+1. അപ്പൊ എക്സ് സ്ക്വയറിന് എക്സ് ക്യൂബ് ബൈ 3. ലിമിറ്റ് എന്താണ്? 1 to b. പിന്നെ ഒരു dy കൂടെ. അപ്പൊ ഇന്റഗ്രൽ 1 to a. ആ 1/3 വെളിയിലാക്കാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ y ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? b ക്യൂബ്. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 dy. അപ്പൊ ഈ b ക്യൂബ് മൈനസ് 1 കൂടെ കോൺസ്റ്റന്റ് അല്ലേ? b ക്യൂബ് മൈനസ് 1 ബൈ 3 ഇന്റഗ്രൽ 1 to a ബൈ dy. എന്താണ് ഇന്റഗ്രൽ ഓഫ് y dy? y സ്ക്വയർ ബൈ 2 ആണ്. അപ്പം b ക്യൂബ് മൈനസ് 1 ബൈ 3 ഉണ്ട്. yക്ക് എന്താണ്? y സ്ക്വയർ ബൈ 2 ആണ്. 1 to a ആണ്. അപ്പൊ എന്ത് വരും? b ക്യൂബ് മൈനസ് 1 ബൈ 3. ഈ 2 കൂടെ ഇല്ലേ? അപ്പൊ 6 ആക്കാം. 3 into 2 6 ആണ്. ഇനി ലിമിറ്റ് കൊടുക്കുമ്പോൾ a സ്ക്വയർ മൈനസ് 1 ആണ് ഇൻറ്റു a സ്ക്വയർ മൈനസ് 1. ഇതാണ് നമ്മുടെ ആൻസർ. കണ്ടോ? എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ r എക്സ് വൈ സ്ക്വയർ ഡി എ. എന്ന് വെച്ചാൽ എന്താണ്? ഡബിൾ ഇന്റഗ്രൽ എക്സ് വൈ സ്ക്വയർ എന്താണ്? ഡി എ ഡി എക്സ് ഡി വൈ അല്ലെങ്കിൽ ഡി വൈ ഡി എക്സ് ഡി എക്സ് ഡി വൈ. ഇനി നമുക്ക് ലിമിറ്റ് വേണം. ലിമിറ്റ് എങ്ങനെയാണ് തന്നിട്ടുള്ളത്? ആർ എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിട്ടുള്ളത്? എങ്ങനെയാണ്? എക്സിന്റെ വാല്യൂ -3 മുതൽ 2 വരെ, വൈയുടെ വാല്യൂ 0 to 1 വരെ തന്നിട്ടില്ലേ? എക്സിന്റെ വാല്യൂ -3 മുതൽ 2 വരെ. ഇന്നറിലാണ് ഡി എക്സ്. അപ്പൊ -3 to 2 അകത്താണ് കൊടുക്കേണ്ടത്. -3 to 2 ഔട്ടർ കൊടുത്തിരിക്കുന്നത് ഡി വൈ ആണ്. അപ്പൊ 0 to 1 വെളിയിൽ. അങ്ങനെ മാറിപ്പോകരുത്. കാരണം ഇന്നർ എന്താണോ വരുന്നത് അതിന്റെ ലിമിറ്റ് ആയിരിക്കണം അകത്ത് കൊടുക്കേണ്ടത്. ഔട്ടർ വരുന്നത് ഏതാണോ അതിന്റെ ലിമിറ്റ് ആയിരിക്കണം ഔട്ടർ ലിമിറ്റ്. മാറിപ്പോകരുത്. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1 നമ്മൾ ആദ്യം ഒരു ഇന്റഗ്രേഷൻ പൂർത്തിയാക്കും. കണ്ടോ? ഈ അകത്തുള്ള ഒരു വട്ടം പൂർത്തിയാക്കും. അപ്പൊ ഇന്റഗ്രൽ 0 to 1 എന്താണ്? ഇന്റഗ്രൽ ഓഫ് എക്സ് വൈ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സിനാണ്. അപ്പം വൈ സ്ക്വയർ കോൺസ്റ്റന്റ്. എക്സിന് എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2. ലിമിറ്റ് എന്താണ്? -3 to 2. പിന്നെ ഒരു ഡി വൈയും കൂടെ ഉണ്ട്. അപ്പൊ ആ 1/2 വെളിയിലാക്കാം. 1/2 ഇന്റഗ്രൽ 0 to 1 വൈ സ്ക്വയർ അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന 2 സ്ക്വയർ 4 മൈനസ് ലോവർ ലിമിറ്റ് -3 സ്ക്വയർ 9 dy. എന്താണ്? 4 മൈനസ് 9 -5 ബൈ 2. എന്താണ്? ഇന്റഗ്രൽ ഓഫ് y സ്ക്വയർ dy y ക്യൂബ് ബൈ 3 ആണ്. ലിമിറ്റ് 0 to 1 ആണ്. ഇനി ആ ലിമിറ്റ് കൂടെ കൊടുക്കാം. ഇതെന്താണ്? ഇതും കൂടെ വെളി വരുമ്പോഴത്തേക്ക് -5/6 അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1
ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0, നമുക്ക് -5/6 എന്നാണ് ആൻസർ കിട്ടുന്നത്. ശരിയാണ്. അടുത്തൊരു ക്വസ്റ്റൻ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ R ഫോർ x(y)³ dA. എന്താണ് dA എന്ന് പറഞ്ഞാൽ? dx dy. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലിമിറ്റ് കൂടെ വേണം. ലിമിറ്റ് എന്താണ്? എക്സിന്റെ ലിമിറ്റ് എന്താണ്? ഇവിടെ പറയുന്നുണ്ട് എക്സിന്റെ ലിമിറ്റ് -1 to 1. dx അകത്താണ്, അപ്പൊ -1 to 1 ആണ് ഇന്നർ ലിമിറ്റ്. വൈയുടെ ലിമിറ്റ് എന്താണ്? -3 to 3. -3 to 3 വൈയുടെ ലിമിറ്റ് ആണ്. കണ്ടോ? നമുക്ക് ആദ്യം ഒരു ഇന്റഗ്രേഷൻ പൂർത്തിയാക്കാം. അതായത് ഇന്റഗ്രൽ -3 to 3. നമുക്ക് ഈ 4നെ വെളിയിലാക്കാം. 4 കോൺസ്റ്റന്റ് അല്ലേ? 4നെ വെളിയിലാക്കാം. ഇന്റഗ്രൽ -3 to 3. ഇന്റഗ്രൽ -1 to 1. ഇനി y³ അല്ലേ ഉള്ളൂ? xy³. 4 മാത്രമല്ലേ വെളിയിലാക്കിയുള്ളൂ. xy³ dx. പിന്നെ dy കൂടാ. ഇതല്ലേ? ആദ്യം ഇത് പൂർത്തിയാക്കാം. 4 ഇന്റഗ്രൽ -3 to 3. എന്താണ്? വിത്ത് റെസ്പെക്ട് ടു x ആണ് ചെയ്യേണ്ടത്. അപ്പം y³ കോൺസ്റ്റന്റ്. y³ ഇൻറ്റു എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? x²/2 ആണ്. ലിമിറ്റ് -1 to 1 ആണ്. ഒരു dy കൂടെ ഉണ്ട്. അതായത് ഈ /2 വെളിയിലുള്ളപ്പോൾ 4/2 2 ഇന്റഗ്രൽ -3 to 3 y³. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? 1² 1. ലോവർ ലിമിറ്റോ -1², അതും 1 ആണ്. dy 0 കിട്ടിയില്ലേ? കാരണം ഇവിടെ ചെയ്തപ്പോൾ തന്നെ 0 ആയിപ്പോയി. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റൻ ആണ്. ഇവാലുവേറ്റ് ഡബിൾ ഇന്റഗ്രൽ ഓവർ R x√1 - x². എന്താണ്? dA എന്ന് പറഞ്ഞാൽ dx dy അല്ലെങ്കിൽ dy dx. ഇനി എന്ത് കൂടെ വേണം? ലിമിറ്റ് കൂടെ കിട്ടിയേ ചെയ്യാം. ലിമിറ്റ് ക്വസ്റ്റൻ ഉണ്ട്. കണ്ടോ? x വേരീസ് ഫ്രം 0 to 1, y വേരീസ് ഫ്രം 2 to 3. ആ x എന്തായിരിക്കണം? dx അകത്താകുന്ന ഇന്നർ ലിമിറ്റ് ആണ്. എക്സിന്റെ ലിമിറ്റ് 0 to 1. yക്ക് എന്താണ്? 2 to 3. ഉണ്ടോ? നമുക്ക് ചെയ്യാം. ഇങ്ങനെ വരുന്നതിനേക്കാളും നമുക്ക് തിരിച്ചു വരുന്നതാണ് സൗകര്യം. dA എന്ന് പറഞ്ഞാൽ dx dy അല്ലെങ്കിൽ dy dx. അപ്പം dy dx ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് dy dx അങ്ങനെ കൊടുക്കാം. dA എന്ന് പറഞ്ഞാൽ dx dy അല്ലെങ്കിൽ dy dx. dy dx ആണെങ്കിൽ എന്താണ്? ലിമിറ്റും പരസ്പരം മാറ്റി കൊടുക്കണം. 0 to 1 വെളിയിൽ വരും, 2 to 3 അകത്ത് വരും. 2 to 3 അകത്തും 0 to 1 വെളിയിലും. കണ്ടോ? y ആണ് അകത്ത്, yയുടെ ലിമിറ്റ് 2 to 3 അകത്ത്, എക്സിന്റെ ലിമിറ്റ് 0 to 1 വെളിയിൽ. ഇതിന്റെ നേട്ടം എന്താണ്? നമുക്ക് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു y അല്ലേ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ എക്സും √1 - x² കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to 1. നമ്മൾ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു dy ചെയ്യുമ്പോഴത്തേക്ക് എക്സും √1 - x² കോൺസ്റ്റന്റ് ആണ്. x√1 - x² കോൺസ്റ്റന്റ് ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് dy എന്താണ്? വെറും y ആണ്. ലിമിറ്റ് 2 to 3 ആണ്. dx കണ്ടോ? ഇനി ആ ലിമിറ്റ് കൊടുക്കാം. ഇന്റഗ്രൽ 0 to 1 x√1 - x². ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താണ്? 3 - 2 dx. 3 - 2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പൊ ബാക്കി എന്തേ ഉള്ളൂ? ഇന്റഗ്രൽ 0 to 1 x√1 - x² dx മാത്രമേ ഉള്ളൂ. ഇനി എന്താണ്? ഇനി എക്സ് ഇന്റഗ്രേഷൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ എന്താ ചെയ്യാം? ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഈ 1 - x² t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 - x² t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പുട്ട് 1 - x² t. ഇനി ഡെറിവേറ്റീവ് എടുക്കാം. രണ്ട് സൈഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താണ്? 1 0 വിത്ത് റെസ്പെക്ട് പറയുന്നില്ല, രണ്ട് സൈഡ് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. x² എന്താണ്? 2x dx ഈക്വൽ ടു tക്ക് dt. ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് റെസ്പെക്ട് പറയുന്നില്ല. അപ്പൊ എന്താണ്? 1 0 -x² -2x dx tക്ക് dt. ഇനി എന്ത് വേണം? x dx എന്താണ്? x dx എന്ന് പറയുന്നത് dt/2 ആണ്. ഒരു മൈനസും കൂടെ ഉണ്ട്. -dt/2 ആണ്. അപ്പൊ ഇതിവിടെ റീപ്ലേസ് ചെയ്യാം. അപ്പൊ എന്താവും? ഇന്റഗ്രൽ ലിമിറ്റ് ഇപ്പം കൊടുക്കണ്ട. എന്താണ്? ഇതെന്താണ്? √t അല്ലേ? √t dx x dxന് പകരം -dt/2 അല്ലേ?
ഈ ഇന്റഗ്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം എക്സിലാക്കിയതിന് ശേഷം മാത്രം ലിമിറ്റ് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ടിയിൽ വെച്ചതിന് ഇന്റഗ്രേഷൻ പൂർത്തിയാക്കും. എന്നിട്ട് തിരിച്ച് എക്സിലോട്ട് മാറ്റിയതിന് ശേഷം മാത്രം ഈ ലിമിറ്റ് കൊടുക്കും. ഇതെന്ത് വരും? -1/2 വെളിയിലുണ്ട്. എന്താണ് റൂട്ട് ടിയുടെ ഇന്റഗ്രൽ? റൂട്ട് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ടി എന്ന് പറഞ്ഞാൽ t⁻½ ആണ്. എന്താണ് t⁻½ ഇന്റഗ്രൽ? t⁻½ + 1/2 + 1 അല്ലേ? t⁻½ + 1/2 + 1 അല്ലേ? എന്താണ് 1/2 + 1? 3/2. അപ്പൊ t⁻³ / 3/2 അല്ലേ? ഇതല്ലേ? ഇതെന്ത് വരും? അതായത് അപ്പൊ ഈ ടൂവും വെട്ടിപ്പോവും. -1/3 ഉണ്ട്. എന്താണ് t⁻³ എന്ന് പറഞ്ഞാൽ? t എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - x² ആണ്. t എന്ന് പറഞ്ഞാൽ 1 - x² ആണ്. അതിന്റെ ⁻³ എന്ന് പറയുന്നുണ്ട്. എക്സിലോട്ട് മാറിയല്ലോ, തിരിച്ച് റീപ്ലേസ് ചെയ്യല്ലേ, എക്സിലോട്ട് മാറിയല്ലോ. ലിമിറ്റ് എന്താണ്? എക്സിന്റെ ലിമിറ്റ് 0 to 1 എന്നുണ്ടായിരുന്നു. x 0 to 1 അല്ലേ? x 0 to 1 എന്നുണ്ടായിരുന്നു. അപ്പൊ ടിയിൽ ചെയ്തിട്ട് അതിനെ തിരിച്ച് എക്സിലോട്ട് റീപ്ലേസ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കാവൂ. ടിയിൽ വെച്ച് ലിമിറ്റ് കൊടുക്കരുത്. അപ്പൊ എന്ത് വരും? -1/3. അപ്പർ ലിമിറ്റ് 1 കൊടുക്കുമ്പോൾ എന്താണ്? 1 - 1 0 മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴോ 1/3/2 അത് 1 തന്നെയാണ്. അപ്പൊ ആൻസർ നമുക്ക് 1/3 എന്നാണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ എന്താണ്? യൂസ് എ ഡബിൾ ഇന്റഗ്രൽ ടു ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് ബൗണ്ടഡ് എബവ് ദ പ്ലെയിൻ z = 4 - x - y ആൻഡ് ബിലോ ദ റെക്ടാംഗിൾ r = 0 1 × 0 2. ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും എന്താണ് ചെയ്യേണ്ടത്? വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് വോളിയത്തിന്റെ ഫോർമുല? നമുക്ക് ഡബിൾ ഇന്റഗ്രൽ വെച്ചാണ് വോളിയം കണ്ടുപിടിക്കേണ്ടത്. ഫോർമുല എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ z അറിയാം, z dA എന്നാണ്. ഇതാണ് വോളിയത്തിന്റെ ഫോർമുല. വോളിയം യൂസിങ് ഡബിൾ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ z dA ആണ്. z തന്നിട്ടുണ്ട് 4 - x - y എന്ന്. അപ്പൊ ഡബിൾ ഇന്റഗ്രൽ 4 - x - y എന്താണ്? dA എന്ന് പറഞ്ഞാൽ dx dy ആണ്. ലിമിറ്റ് എന്താണ്? ഇതെന്താണ് പറയുന്നത്? x × y എന്നല്ലേ? അപ്പൊ x ആണ് 0 to 1, y ആണ് 0 to 2. x ഇന്നർ ആണ് 0 to 1 അപ്പോഴകത്ത്, y ഔട്ടർ ആണ് 0 to 2 വെളിയിൽ. അപ്പൊ എന്ത് വരും? ഇന്റഗ്രൽ 0 to 2. നമുക്ക് ആദ്യം ഈ x ഇന്റഗ്രേഷൻ പൂർത്തിയാക്കാം. എന്ത് വരും? 4 എന്താണ്? 4x മൈനസ് എക്സിന് x²/2 മൈനസ് വൈക്ക് -xy. ലിമിറ്റ് 0 to 1 കൊടുക്കും. പിന്നെ ഒരു dy കൂടെ ഉണ്ട്. നമ്മൾ എക്സിനാണ് ലിമിറ്റ് കൊടുക്കാൻ പോകുന്നത്, ശ്രദ്ധിച്ച് കൊടുക്കണം. 0 to 2 എന്ത് വരും? അപ്പർ ലിമിറ്റ് 1 വരുമ്പോൾ 4 -1/2 മൈനസ് എക്സിനാണ് ലിമിറ്റ് കൊടുക്കുന്നത് y dy. ഇതല്ലേ? എന്താണ് 4 - 1/2 എന്ന് പറഞ്ഞാൽ? 4 എന്ന് പറഞ്ഞാൽ 4/1 എന്ന് എഴുതാം. ഇതിനെങ്ങനെ എഴുതാം? ഇന്റഗ്രൽ 0 to 2 താഴെ 2 വരും. അടുത്തെന്താണ്? 8 - 1 മൈനസ് ഒരു y ഉണ്ട്, dy ഉണ്ട്. ഇതെന്ത് വരും? ഇന്റഗ്രൽ 0 to 2 7/2 മൈനസ് y dy എന്നാണ് വരുന്നത്. എന്താണ് ഇന്റഗ്രൽ ഓഫ് 7/2 dy എന്ന് പറയുന്നത്? 7/2 y ആണ്. yക്ക് എന്താണ്? y²/2 ആണ്. ലിമിറ്റ് 0 to 2 ആണ്. ഈ ലിമിറ്റും കൂടെ കൊടുത്തു നോക്കാം. ലിമിറ്റ് കൊടുക്കാം. എന്താണ്? 7/2 y ആണ്. അപ്പൊ 7/2 × 2 എന്ന് വരും. 7/2 × 2 മൈനസ് ലോവർ കൊടുക്കുമ്പോഴോ 2² 4/2 അത് 2 ആണ്. ഈ 2 വെട്ടിപ്പോകും. 7 - 2 ആണ് 5 എന്ന് കിട്ടും ആൻസർ. കണ്ടോ? ക്വസ്റ്റ്യൻ വലിയ സംഭവമായിട്ട് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വോളിയമാണ്. എന്താണ് വോളിയത്തിന്റെ ഫോർമുല? ഡബിൾ ഇന്റഗ്രൽ z dA എന്നാണ്. z തന്നിട്ടുണ്ട്. അപ്പൊ ആ z അവിടെ കൊടുത്തിട്ട് എക്സിന്റെയും വൈയുടെയും ലിമിറ്റാണ് ഈ കിടക്കുന്നത്. എക്സിന്റെ ലിമിറ്റ് 0 to 1, വൈയുടെ ലിമിറ്റ് 0 to 2 കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് 5 എന്ന് കിട്ടിയ ആൻസർ. ഇപ്പൊ ചെയ്തുകൊള്ളുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. യൂസ് ഡബിൾ ഇന്റഗ്രൽ ടു ഫൈൻഡ് ദ വോളിയം അണ്ടർ ദ പ്ലെയിൻ z = 2x + y ആൻഡ് ഓവർ ദ റെക്ടാംഗിൾ. എന്താണ് വോളിയത്തിന്റെ ഫോർമുല? വോളിയം യൂസിങ് ഡബിൾ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഡബിൾ ഇന്റഗ്രൽ z dA. ഇതാണ് ഫോർമുല. ഡബിൾ ഇന്റഗ്രൽ z എന്താണ്? 2x + y ആണ്.
ഡി എ എന്താണ് ഡി എക്സ് ഡി വൈ. ഇനി ആ ലിമിറ്റ് കൂടെ കൊടുത്താൽ മതി. എക്സ് ലിമിറ്റ് എന്താണ് -3 to 6 ആണ്, അതാണ് അകത്ത്. ഔട്ടർ ലിമിറ്റ് y ആണ്, y ലിമിറ്റ് 1 to 2 ആണ്. അപ്പൊ ആദ്യം എക്സിൽ പൂർത്തിയാക്കാം. ഇന്റഗ്രൽ 1 to 2 എന്താണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2x² 2 പ്ലസ് y വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ് xy ലിമിറ്റ് -3 to 6 ഒരു dy യും കൂടെ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് ആർക്കാണ് എക്സിനാണ് ചെയ്തത്, എക്സ് ആണ് ലിമിറ്റ് കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് വരും 2 വെട്ടിപ്പോകും. ഇന്റഗ്രൽ 1 to 2 x², 6ന്റെ സ്ക്വയർ ആണ് 36 പ്ലസ് 6y മൈനസ് x² -3² എന്താണ് 9 മൈനസ് x ഇൻറ്റു -3 അല്ലേ, അപ്പൊ പ്ലസ് 3y അല്ലേ വരുന്നത് dy. ഇതാണ് വരുന്നത്. എന്താണ് 36 മൈനസ് 9. അപ്പൊ ഇന്റഗ്രൽ 1 to 2 27 പ്ലസ് 6y യും പ്ലസ് 3y യും കൂടെ പ്ലസ് 9y. ഇനി ഒരു dy യും കൂടെ ഉണ്ട്. yക്ക് ചെയ്യാം 27y പ്ലസ് 9yക്ക് 9y² 2 ലിമിറ്റ് 1 to 2 ആണ്. കൊടുക്കുമ്പോൾ എന്ത് വരും 2 വരുമ്പോഴത്തേക്ക് 54 പ്ലസ് 2ന്റെ സ്ക്വയർ 4/2 2 ആണ്. 2 × 9 18 മൈനസ് 27 മൈനസ് 9/2 ഇതാണ് വരുന്നത്. ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത് ഇത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 63/2 എന്നാണ് ആൻസർ കിട്ടുന്നത്. ചെയ്ത് നോക്കുക 63/2 എന്നാണ് ആൻസർ കിട്ടുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ വോളിയം ഓഫ് ദ സോളിഡ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ് Z = x³. എന്താണ് വോളിയം എന്ന് പറയുന്നത്? വോളിയമിന്റെ ഫോർമുല എന്താണ്? ഡബിൾ ഇന്റഗ്രൽ Z dA. എന്താണ് dA? ഡബിൾ ഇന്റഗ്രൽ Z dx dy ആണ്. ലിമിറ്റ് എന്താണ്? എക്സിന്റെ ലിമിറ്റ് x0 x2. അപ്പൊ x0 to 2 എന്നാണ്. അത് ഇന്നർ ലിമിറ്റ്. ഔട്ടർ ലിമിറ്റ് എന്താണ്? y0 y4. അപ്പം y0 to 4 ആണ്. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വായിച്ച് ഇത്ര എഴുതണം. ഇനി ചെയ്യാതെ പോയില്ലേ. എന്താണ് z എന്ന് പറയുന്നത്? ഇന്റഗ്രൽ 0 to 4 ഇന്റഗ്രൽ 0 to 2. z എന്താണ് തന്നിട്ടുണ്ട്? x³ ആണെന്ന്. x³ dx dy കണ്ടോ. ഇനി നമ്മൾ ആദ്യം ഇത് പൂർത്തിയാക്കും. ഇന്റഗ്രൽ 0 to 4 എന്താണ്? ഇന്റഗ്രൽ ഓഫ് x³ dx x⁴/4 ആണ്. ലിമിറ്റ് 0 to 2 ആണ്. ഒരു dy യും കൂടെ ഉണ്ട്. ഒരു 1/4 വെളിയിലാക്കാം. ഇന്റഗ്രൽ 0 to 4 എന്താണ്? x² 2² 4 ആണ്. dy ആണ്. 4 ഉം 4 ഉം വെട്ടിക്കളയാം. ഇന്റഗ്രൽ ഓഫ് dy വെറും y ആണ്. ലിമിറ്റ് 0 to 4 കൊടുക്കുമ്പോൾ നമുക്ക് 4 എന്നാണ് ആൻസർ കിട്ടുന്നത്. 4 നല്ല എന്തോ പറ്റി നോക്കാം. ഇവിടെ എന്താ പറ്റിയത്? x⁴ ആണ്. ലിമിറ്റ് 2 ആണ്. 2⁴ 16 ആണ് വരുന്നത്. 16 ആണ് വരുന്നത്, 4 അല്ല. 16/4 പക്ഷെ അത് 4 ചെയ്യുന്നല്ലോ അല്ലേ. 1/4 വെളിയിലാക്കി. 2⁴ 16 ആണ്. അപ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു 4 കൂടെ വെച്ച് വരും. കണ്ടോ, ഇത് വെട്ടുമ്പോഴത്തേക്ക് ഒരു 4 കൂടെ വരും. 4 × 4 16 എന്ന് വരും. അപ്പൊ ശരിയായി. 4 × 4 60 എന്ന് വരും. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് മതിയാക്കാം. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ഇന്നർ ഇന്റഗ്രേഷൻ പൂർത്തിയാക്കാം. അപ്പൊ ഇന്റഗ്രൽ 0 to ln2 നമ്മൾ വൈക്കാണ് ചെയ്യാൻ പോണത്. അപ്പൊ എക്സ് കോൺസ്റ്റന്റ് ആണ്. എക്സിനെ വെളിയിലോട്ടാക്കിയിട്ട് ഇന്റഗ്രൽ 0 to 1 y e⁻² x dy dx ഇങ്ങനെയാണ്. കണ്ടോ. ഇപ്പൊ എന്ത് വേണം? ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതിനെങ്ങനെ ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ ചെയ്യാം. y² x ന് t എന്ന് കൊടുക്കാം. y² x ന് t എന്ന് കൊടുത്തു. ഡെറിവേറ്റീവ് എടുക്കാം. നമ്മൾ വൈക്കാണ് ചെയ്യുന്നത്, എക്സിനല്ല. നമ്മൾ വൈക്കാണ് ചെയ്യണത്, എക്സിനല്ല. അപ്പം എക്സ് കോൺസ്റ്റന്റ് ആണ്. y² x നാണ് t എന്ന് കൊടുത്തത്. അപ്പൊ x ഇൻറ്റു എന്താണ് ഡെറിവേറ്റീവ് ഓഫ് y²? y²നെ 2y dy ഈക്വൽ ടു tക്ക് dt ഇങ്ങനെയാണ് കിട്ടുന്നത്.
വൈ ഡി വൈ ആണ് വേണ്ടത്. വൈ ഡി വൈ എന്താണ്? വൈ ഡി വൈ എന്ന് പറയുന്നത് ഡി ടി ബൈ 2x. കണ്ടോ, ഇങ്ങനെ എഴുതി. നമുക്ക് വേണ്ടത് വൈ ഡി വൈ ആണ്. അപ്പൊ ഡി ടി ബൈ 2x എന്ന് എഴുതി. അപ്പൊ ഇവിടെ കൊണ്ട് എത്തിയാൽ എന്ത് വരും? ഇന്റഗ്രൽ 0 to ln2 ഒരു x ഉണ്ട്. ഇന്റഗ്രൽ e റൈസ് ടു ടി അല്ലേ? e റൈസ് ടു ടി ബൈ ഡി വൈക്ക് പകരം ഡി ടി ബൈ 2x പിന്നെ ഒരു ഡി എക്സും കൂടെ. ഇതല്ലേ വേണ്ടത് അല്ലേ? ഇവിടെ നമുക്ക് ഈ എക്സും ഈ എക്സും കൂടെ വെട്ടിപ്പോവും. അപ്പൊ എന്താണ്? ഒരു 1/2 വെളിയിലാക്കാം. 1/2 ഇന്റഗ്രൽ 0 to ln2. ഇനി എന്താണ്? ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു ടി ഡി ടി എന്താണ്? വെറും ഇ റൈസ് ടു ടി ആണ്. ഇ റൈസ് ടു ടി ആണ്. പിന്നെ ഒരു ഡി എക്സും കൂടെ ഉണ്ട്. ഇ റൈസ് ടു ടി എന്താണ്? 1/2 ഇന്റഗ്രൽ 0 to ln2. ഇ റൈസ് ടി എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു നമ്മുടെ വൈ സ്ക്വയർ എക്സ് ആണ്. ഇ റൈസ് ടു വൈ സ്ക്വയർ എക്സ് ഡി എക്സ് എന്നാണ്. കണ്ടോ, ഇതാണ്. ഇനി എന്താണ് ഇവിടെ കുറവ് സംഭവിച്ചത്? നമ്മൾ ഇ റൈസ് ടു ടിയെ നമ്മൾ ഇ റൈസ് ടു വൈ സ്ക്വയർ എക്സ് എന്ന് എഴുതി. നമ്മൾ ആ ലിമിറ്റ് കൊടുത്തില്ല. ഇന്റഗ്രേഷൻ കഴിഞ്ഞു, ലിമിറ്റ് കൊടുത്തില്ല. ലിമിറ്റ് എന്താണ്? ഒരു 0 to 1 ഇല്ലേ? അത് ആരുടെ ലിമിറ്റാണ്? നമ്മൾ വൈ ആണ് ഇന്റഗ്രേഷൻ ചെയ്ത് വന്നത്. വൈയുടെ ലിമിറ്റാണ് ആ 0 to 1. അതും കൂടെ കൊടുക്കാം. ഒരു 1/2 വെളിയിലുണ്ട്. ഇന്റഗ്രൽ 0 to ln2 ഉണ്ട്. ഇനി എന്താണ്? നമ്മൾ വൈക്കാണ് 1 കൊടുക്കാൻ പോണത്. അപ്പൊ ഇ റൈസ് ടു എക്സ് മൈനസ് ഇ റൈസ് ടു 0 1 ഡി എക്സ്. ഇത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ ആയില്ലേ? ഇനി എന്ത് വരും? 1/2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? ഇ റൈസ് ടു എക്സ് തന്നെയാണ്. 1 ഇനി എക്സ് വരും. 0 to ln2. ആ ലിമിറ്റ് കൂടെ കൊടുക്കാം. 1/2 ഇ റൈസ് ടു ln2 മൈനസ് ln2. ലോവർ ലിമിറ്റ് കൊടുത്താലോ? ഇ റൈസ് ടു 0 മൈനസ് പ്ലസ് 0. ഇതല്ലേ വരുന്നത്? ഇ റൈസ് ടു ln2 എന്താണ്? വെറും 2 ആണ്. 1/2 ഇൻറ്റു 2 മൈനസ് ln2 മൈനസ് ഇ റൈസ് ടു 0 1 ആണ്. അപ്പൊ എന്ത് വരും? 1 മൈനസ് ln2 ബൈ 2 എന്ന് കിട്ടി. കണ്ടോ, 1 മൈനസ് ln2 ബൈ 2 എന്ന് കിട്ടി. അപ്പൊ ഇതെല്ലാം നമുക്ക് എന്താണ്? കോൺസ്റ്റന്റ് ലിമിറ്റ് ആണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. കോൺസ്റ്റന്റ് ലിമിറ്റ് വരുന്ന 14 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഈ ടൈപ്പിലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഷുവറായിട്ട് ചോദിക്കുന്നതാണ്. കോൺസ്റ്റന്റ് ലിമിറ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. ഇനി അടുത്ത ടൈപ്പ് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.